അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് വരാം. അപ്പോൾ ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 103 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 22 ഓഗസ്റ്റ് 2024. ഇന്നത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 6 to 10 മണി. ഇപ്പോൾ കറക്റ്റ് 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാഗേജ് ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥലം ഹോട്ടൽ താജിലാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 500 മീറ്റർ ദൂരമേ ഉള്ളൂ. പാളയം പള്ളി അടിപൊളി ലുക്ക് അല്ലേ, എന്ത് രസമാണ് ലൈറ്റ് ഇട്ട്. അപ്പുറത്ത് കോവിൽ സൂപ്പറായിട്ട്. റീച്ച് ലൊക്കേഷൻ റെഡി ആയില്ല, 11 മിനിറ്റ് ആവും. ഓക്കെ, ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ അപ്പോൾ ഓർഡർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നന്തൻകുടാണ്. ഇവിടെ 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഇടിയപ്പം ആൻഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:15 അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരു ഒറ്റ ലൈഫുള്ള. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം അല്ലേ. വാ ബ്രേക്ക് ഇട് വണ്ടി നിൽക്കണം. പേടിച്ചേനെ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. പറ. അപ്പോൾ ഇന്നത്തെ വൈബ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഹാപ്പി വൈബാണ്. നല്ലൊരു എന്ത് പറയാം, ട്രാവൽ വൈബ് തന്നെ, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, കസ്റ്റമർ ലൊക്കേഷൻ എത്താറായി. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഒരു മിനിറ്റ് മാപ്പ് നോക്കട്ടെ. വാട്സ് ലൈൻ. ഓ, ഇവിടെയാണല്ലേ വാട്സ് ലൈൻ വരുന്നത്. വാട്സാപ്പ് ലൈൻ എവിടെയാണ്? അപ്പം ഇവിടെ നേരെ പോകേണ്ട ലെഫ്റ്റിലാണ് പോകാൻ കാണിക്കുന്നതെന്ന് തോന്നുന്നു മാപ്പ്. പോന്നാ, എത്താറായി കസ്റ്റമർ ലൊക്കേഷൻ. ഇവിടെ നിന്ന് 50 മീറ്റർ ദൂരമേ ഉള്ളൂ. ഓ അവിടെയാണോ? ഇവിടെയാണ് ഓർഡർ ചെയ്ത് സൊമാറ്റോ. ഓക്കെ ഒരു മിനിറ്റ്. നിഖിലല്ലേ? ഓക്കെ താങ്ക് യു. ശരിയാണ്. കാണണ്ട കൈകോട് ഇതൊന്നും വേണ്ട. അപ്പം വിളി. സത്യം ടിപ്പ് വാങ്ങില്ല നമ്മൾ ആൾക്കാരെ ഒന്ന് ഇരിക്കട്ടെ, കുഴപ്പമില്ല. ശരി, ഓക്കെ. അപ്പോൾ നിഖിലിൻ്റെ ഒരു സ്നേഹമാണ് അല്ലേ. അപ്പം ഡയലോഗ് പറഞ്ഞില്ല, ലൈഫ് അടിച്ച് പൊളിക്കണം. അത്ര തന്നെ കട്ടൊക്കെ നിൽക്കണം. ഓക്കെ ടാറ്റ. ശരി എന്നാൽ ഓക്കെ. ശരി, സത്യം ടിപ്പ് വാങ്ങില്ല നമ്മൾ ആൾക്കാരെ ഒന്ന്. പിന്നെ എന്ത് പറയാം, പുള്ളിയുടെ സ്നേഹത്തിൻ്റെ പേരിൽ അല്ലേ, സ്നേഹത്തിൻ്റെ പേരിൽ ഊട്ടി തരുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയാൻ പാടില്ല എന്ന് ഇന്നസെൻ്റ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഏത് പടത്തില്ലേ, കല്യാണ ചാമലിൽ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്, ഫുൾ മാർക്ക് കൊടുത്തേക്ക് നമ്മൾ ആൾക്കാരല്ലേ. ഓക്കെ, ഇപ്പോൾ കേട്ടേ ഓർഡർ പേയ്മെൻറ്റ് 25.83 പൈസയാണ്. സത്യം പറഞ്ഞാൽ ഹാപ്പി മൂഡായി, ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ ആൾക്കാരാണ് അവരൊക്കെ, മനസ്സിലായ. ഫസ്റ്റ് ഓർഡറിന് അവർ കൊടുത്തപ്പോഴേ അതിൽ നിന്ന് കിട്ടിയ സന്തോഷം വേറെ ലെവലാണ്. ഓക്കെ, അടുത്ത ഓർഡർ സാംസങ് IMR സൂപ്പർ, കൊള്ളാലോ. ആക്സെപ്റ്റ് കോഡ് അത്രേ ഉള്ളൂ. വാ ഇത്ര നല്ല ഫോമിലായി. ഓ സൺഡേ മൺഡേ ട്യൂസ്ഡേ 7 നാൾ നീ ഫ്രീയാ. ബിസ്മില്ല. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡിയായ ഇല്ല, 9 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡിയായി. ബാ പോയി എടുക്കാം. കമോൺ ക്വിക്ക്. ഒരു തിരക്ക് ഇത് വെയിറ്റ് ആകുമ്പോൾ 9525. ഓക്കെ, ഇവിടുത്തെ ഡെലിവറി അണ്ടർഗ്രൗണ്ടാണ്, പക്ഷേ ഇല്ലീഗലല്ല. അപ്പോൾ ഓർഡർ പിക്ക്ഡ്. നമ്മളിങ്ങനെ രണ്ടാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് കൈപ്പിടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേരുകട. അവിടെ നിന്ന് 3.1 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ഷവർമ ആൻഡ് മസാല ദോശയാണ്. കുഴപ്പമില്ല, 2 ഓർഡർ അടിച്ച് ഇങ്ങനെയൊക്കെയോ. ഓർഡർ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ, പെട്ടെന്ന് അടിക്കണില്ല. ആദ്യത്തെ 6 to 7 വരെ കുറച്ച് സ്ലോ ആയിരിക്കും. പിന്നെ 7 to 10 വരെ അങ്ങ് ടോപ്പ് ഗിയറിലായി വണ്ടി പോകുന്നത്. നമ്മളങ്ങനെ അമ്പലമുക്ക് ജംഗ്ഷനിലുണ്ട്. ഇവിടെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. എന്ത് സംഭവം പറഞ്ഞൂടാ. നമ്മൾ റോങ് സൈഡിൽ കയറി പോകണമെങ്കിൽ ഫുൾ ജാം ആവും. അവിടെ ലെഫ്റ്റ് പിടിച്ച് പോയാൽ മതി മാക്സിമം. ഇപ്പോൾ ഒരു കാറുകാരാണ് കയറി ആപ്പടെ ബ്ലോക്കായി സംസാരമായി. എന്ത് സംഭവം, എന്താണ് ഇത്ര ബ്ലോക്കാകും? കാരണം ഇങ്ങനെ ബ്ലോക്ക് ആവുമല്ലോ സാധാരണ. എന്ത് പറ്റി? കട്ട ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കട്ട ബ്ലോക്ക്. നോക്ക്, എന്തോ ഇത് വേറെ റൂട്ടുണ്ടോ പിടിച്ച് പോവാൻ? വേറെ റൂട്ടുണ്ട്, കറങ്ങി പോകണം. അത് വേണ്ട, ഒന്നാമത് കെട്ടാൻ 40 രൂപ 50 രൂപയാണ്. അതിൽ 2 കിലോമീറ്റർ ഇറങ്ങി നഷ്ടമല്ല നമുക്ക്. ട്രിവാൻഡ്രം സിറ്റിയിൽ അമ്പലമുക്കിൽ ഭയങ്കര ബ്ലോക്കാണ്. കൊട്ടട്ടും മാറിക്കൊട്ടട്ടും കാറണയ്യാറ് പുള്ള. ഓക്കെ, ഇത്ര തന്നെ. ആൾമോസ്റ്റ് ലൊക്കേഷൻ എത്താറായി. ഇനി കറങ്ങി പോകണം, വേസ്റ്റ് അല്ലേ. നമുക്ക് സോറി പേടിച്ചേനെ, ലൈറ്റ് അടിച്ച്. കുഴപ്പമില്ല, ടയറിൻ്റെ ഒരു ടിപ്പ് കയറിക്കൊണ്ടതിൽ. വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദിസ് ബ്ലോക്ക്? ടെൽ മീ, കമോൺ. ക്ലച്ച് പിടിച്ചാണ് പോണത്. ഇങ്ങനെ ക്ലച്ച് പിടിച്ച് പോയാൽ കരിഞ്ഞു പോകും ക്ലച്ച് പെട്ടെന്ന് തന്നെ. 1 സെക്കൻഡിന് 1 മീറ്റർ വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എത്താറായ ഇവിടെ എന്തിനാണ് സംഭവം പിടി കിട്ടുന്നില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞേ കൊള്ളായിരുന്നു. പെട്ടെന്ന് പോട്ട്. സംഭവം പണി നടക്കാൻ കേട്ടോ, JCB ഒക്കെ ഉണ്ടല്ലോ. എന്തിനാണ് സംഭവം? മറ്റേ വർക്കായിരിക്കും സ്മാർട്ട് സിറ്റി, വേറെ എന്തോന്ന്. ഓക്കെ, നമുക്ക് ലെഫ്റ്റല്ലേ പോകേണ്ടത്. ഇവിടെ കയറി കഴിഞ്ഞാൽ പണിയാവുമല്ലോ. എങ്ങനെയൊക്കെ എത്തി റോഡിൽ. ഇനി കുഴപ്പമില്ല, ഇനിയും ബ്ലോക്ക് ഉണ്ട്. അയ്യോ എനിക്ക് വയ്യ. പക്ഷേ ഒന്നത് ആപ്പടെ 3 മണിക്കൂറുള്ളൂ. അതിൽ ഒരു ഓർഡർ 15 മിനിറ്റ് 30 മിനിറ്റ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളതിന് പേരുകൂടെ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്, ഈ ലെഫ്റ്റിൽ. ഓക്കെ, സൂപ്പർ. എൻ്റെ അമ്മോ, എങ്ങനെയൊക്കെ എത്തി. ഇവിടെ റോഡില്ലല്ലേ, ഓഫ് റോഡാണ്. കുണ്ടും കുഴിയും കല്ലും മണ്ണും എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, ലൊക്കേഷൻ ഇത് തന്നെ. വേറെ വഴിയുണ്ടോ? ഇല്ല, അപ്പുറത്താണല്ലേ. ഇവിടെ ഏത് വീടൊന്നും കാണിക്കുന്നില്ല. ഇവിടെ
ശരി, കസ്റ്റമറിനെ വിളിച്ച് നോക്കാം. ഓക്കെ, കസ്റ്റമറിൻ്റെ വീട് കണ്ടുപിടിച്ച് അപ്പുറത്താണ് വരുന്നത്. അപ്പോൾ ക്രോസ് ചെയ്ത് പോകണം. ഈ വയൽ വഴി നേരെ പോയാലോ? ഇങ്ങനെയല്ല പോകേണ്ടത്, വേറെ റൂട്ടുണ്ട്, അത് വഴി പോകണം. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട്. ഓക്കെ ഓക്കെ, കറക്റ്റ്. എവിടെ കസ്റ്റമർ വിളിച്ചത്? അപ്പുറത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാ. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഡെലിവേർഡ്. പോന്നാ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 34 രൂപ 37 പൈസയാണ്. അപ്പോൾ നേരെ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പേരൂർക്കോട് ജംഗ്ഷനിൽ ഇപ്പോൾ നിൽക്കാം. ഒരു കാര്യം ചെയ്യാം, വണ്ടി നമുക്ക് സൈഡിൽ ഒതുക്കി വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നോക്കാം. ഓർഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം മാറ്റിക്കളയാം. നമ്മളങ്ങനെ കവടിയാർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ട് ന്യൂ കിങ് റെസ്റ്റോറൻറ്റ്. ഇതിവിടെ കുറവംകോണത്താണ്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ. സെൽഫി എടുക്കുന്ന സമയമായ റെഡി ആയിട്ടില്ല, 3 മിനിറ്റ് സെൽഫി എടുക്കണം. അപ്പോൾ റെഡി ആയിക്കോ, പോയിരിക്കാം. ഓക്കെ, പോന്നാ. നമ്മളതിന് ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് ചെറിയ അബദ്ധം പറ്റിപ്പോയി. മൈക്ക് കണക്ട് ചെയ്ത് ശരിയായില്ലായിരുന്നു. നേരത്തെ ഹെൽമെറ്റ് ഊരി ചായ പിടിക്കാൻ പോയായിരുന്നു. ആ സമയത്ത് മൈക്ക് ഊരിയപ്പോൾ പിന്നെ രണ്ടാം കണക്ട് ചെയ്തപ്പോൾ കറക്റ്റ് കണക്റ്റ് ആയില്ലായിരുന്നു. ഇപ്പോഴാണ് നോക്കിയത്. ഒന്നും റെക്കോർഡായില്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ശരി, കുഴപ്പമില്ല. ഇതൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം ഇതോടെ. ആപ്പാട് വശമായപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യണം വ്ളോഗാണ് അവരൊന്നും. ശരി, കുഴപ്പമില്ല. പോവാം. സൂപ്പർ ലൈറ്റ്. അടിപൊളി. മച്ചന്ത, പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, വെള്ള എല്ലാ കളറുണ്ടല്ലോ. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു കോവിൽ ഉത്സവമാണ്. എന്തായാലും പോകുന്ന വഴിക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന ലൊക്കേഷൻ വട്ടിയൂർക്കാവാണ്. ഇവിടുത്തെ 4.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം 2 ചിക്കൻ ഫ്രൈ ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമൊക്കെ വ്ളോഗ് ചെയ്യുമ്പോൾ ഭയങ്കര നാണമായിരുന്നു. ആരെങ്കിലും കളിയാക്കുക കുറ്റം പറയാനൊക്കെ വിചാരം ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങ് ചെയ്ത് പ്രാക്ടീസ് ആയപ്പോൾ എല്ലാം മാറി കിട്ടി. ഇപ്പോൾ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. കാരണം കുറ്റം പറയുന്നത് കളിയാക്കുന്നവർക്ക് 5 പൈസ തരാൻ പോകില്ല. നമ്മളെ പൈസ നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലേ. നമ്മളിങ്ങനെ വട്ടിയൂർക്കാവത്തിനുണ്ട്. ഇവിടെയാണ് നേതാജി റോഡ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പോയിട്ട് നേരെ പോയി ഒരു 300 മീറ്റർ പോകണം. നല്ല മണം സോപ്പിൻ്റെ, മെഡിമിക്സ് സോപ്പിൻ്റെ മണമാണ്. എവിടെ നിന്ന് പറഞ്ഞോ? ആഹാ, കുറച്ച് മുമ്പോട്ടായി പോയെന്നാണ് ഒരു ഡൗട്ട് സുധീഷേ. കിളിമഞ്ചാരോ അവിടെ കുളിമഞ്ചാരോ. ഓക്കെ, അതാണെന്ന് തോന്നുന്നു കസ്റ്റമർ ലൊക്കേഷൻ തെറ്റാണല്ലോ. ഇവിടെയാണ് അരുൺകുമാറാണോ? ഇവിടെ തന്നെയാണ്. ഓക്കെ, ഞാൻ അവിടെ നോക്കിയായിരുന്നു. അവിടെ ലൊക്കേഷൻ കാണിച്ചായിരുന്നു മാപ്പിലേ. ഓക്കെ, എന്നാ ഇല്ല. ഓക്കെ, ശരി. നമ്മളിതുപോലെ സമയത്ത് മാപ്പിനെ ഫുൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മളൊന്ന് സെർച്ച് ചെയ്യണം ഓർഡർ ഡെലിവേർഡ്. കാരണം ഹൗസ് നമ്പർ നോക്കിയൊന്ന് പോയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ചില സമയത്ത് ടാപ്പ് കിട്ടും, അത് വേറെ വിഷയം. ഓക്കെ, പോകുന്ന അത്ര തന്നെ, വേറെ വിഷയമൊന്നുമില്ല. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 38 രൂപ 60 പൈസയാണ്. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ വട്ടിയൂർക്കാവ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ശാസ്ത്രമംഗലത്താണ്. പക്ഷേ ആപ്പാട് വിഷമായി കേട്ടോ. മൈക്കിൻ്റെ കാരണമേ നമ്മൾ സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. സെൽഫി ചോദിക്കണം. ഇപ്രാവശ്യം യൂണിഫോം ഇട്ട സെൽഫിയാണോ? ഇപ്പം തരാം, വെയിറ്റ്. സെൽഫി മതി നോക്ക്. ഓക്കെ, മംഗലായപ്പോൾ കുഴപ്പമില്ല, കിടക്കട്ടെ. ഇതൊക്കെ മതി. പണ്ട് ഇങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പുതിയ റൂൾസൊക്കെ കൊണ്ടുവന്നു. സെൽഫി എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സൊമാറ്റോ ടീഷർട്ട് ഓർഡർ ചെയ്യണം. പണ്ട് ഫുൾ ടൈമായിട്ട് പോകുമ്പോൾ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് പോകാണ്ട് ഇതൊക്കെ വേണോ ഇല്ലെന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വാങ്ങിച്ചേക്കാം. ശരി, ഓക്കെ, പോവാന്നാ. നോക്കട്ടെ. കമോൺ ഗൈസ്. ഓക്കെ, നമ്മൾ അഗൈൻ ശാസ്ത്രമംഗലം എത്തിയിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാം. അടുത്ത ഓർഡർ അടിക്കുമ്പോൾ വെയിറ്റ് ചെയ്യാം. അടിച്ചാ നോട്ട് ഇല്ല. എന്തോന്ന് വന്നിട്ട് 15 മിനിറ്റ് ഓർഡർ അടിക്കണില്ല. എന്ത് എവിടെ പോവാ? ഇവിടെയാണ് ഓർഡർ അടിക്കുന്ന സ്ഥലം. മണി ഇപ്പോൾ 9:30 മണി കഴിഞ്ഞിട്ടുണ്ട്. 9:40 ആവറായി. ഇനി ഒരു ഓർഡർ കൂടെ അടിച്ചെങ്കിൽ 100 ഇൻസെൻറ്റീവ് കിട്ടുമായിരുന്നു. ശരി, ഇപ്പം ഇങ്ങോട്ട് പോകാൻ നേരെ വെള്ളാമ്പലം പോകാം. അപ്പോൾ ഒരു ഓർഡർ അടിച്ച് അലിബാബ ആൻഡ് 41 ഡിഷസ്. ചെറിയ ഓർഡറിന് കുഴപ്പമില്ല. ഒരു കാര്യം ഈ ഓർഡർ കൊടുത്താൽ വീട്ടിൽ പോകും. മതി. ഓക്കെ, വണ്ടി കൊണ്ട് അവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ നടക്കല്ലേ. രാക്കുയിൽ പാടി രാവിൻ്റെ ശോകം നക്ഷത്രം ലാലേ ലാലേ ലാലേ. സംഭവം റെഡി ആയില്ലേ? റെഡി പറഞ്ഞില്ല, ചോദിച്ചു നോക്കാംപ്പാ. സൊമാറ്റോ ആണേ. ഇത് റെഡി ആയാ? ഓക്കെ, റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ. കൊണ്ടുപോകുന്ന ഐറ്റം ക്രംബ് ഫ്രൈഡ്. ഞാൻ വായിച്ച് പറയാം, കാണാതെ പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ക്രംബ് ഫ്രൈഡ് പ്രാൻസ് വിത്ത് ഹോട്ട് ഗാർലിക്കാണ്. ഓക്കെ, ഓർഡർ പിക്ക്ഡ് കോഡ്. ഓക്കെ, പോകുന്ന
മണി ഇപ്പോൾ കറക്റ്റ് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ഓർഡർ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് പ്ലാമൂഡാണ്. ഇവിടെ നിന്ന് 2.7 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ക്രംബ് ഫ്രൈഡ് ഫ്രാൻസ് വിത്ത് ഹോട്ട് ഗാർലിക്. ഓക്കെ, കറക്റ്റാണ് പറഞ്ഞല്ലോ സുധീഷ്. പിന്നെ എന്ത് അത്രേ ഉള്ളൂ, നമ്മൾ ആരെന്ന് അറിയാമോ. അപ്പോൾ ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിൽ പോകാം. മതി. ഇന്ന് ചെറിയ വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്, വലിയ സംഭവമൊന്നുമില്ല. കുറച്ച് മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ത്രില്ലായിരിക്കും. മഴ വേണ്ട, അപ്പോൾ മഴ പെയ്താലേ നമുക്ക് കുഴപ്പമില്ല. ചില ജില്ലക്കാർക്ക് മഴയെന്ന് പറഞ്ഞാൽ പേടി സ്വപ്നമാണ്. അതുകൊണ്ട് മഴ വേണ്ട, എപ്പോഴത്തേക്ക് ഉള്ള വെള്ളം കൊണ്ട് ജീവിക്കാം, അത്ര തന്നെ. ഓ സത്യം പറയല്ല, ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പോഴേക്കും നമ്മൾ അറിയണല്ലേ നമ്മുടെ ലൈഫ് ഇത്രയേ ഉള്ള കാര്യം. അതുകൊണ്ട് ഇരിക്കുന്ന ലൈഫ് നമ്മൾ എത്ര ദിവസം ജീവിക്കാൻ പോകണമെന്നാണ് ഇവിടെ. അതുകൊണ്ട് ഉള്ള ദിവസം നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക, അത്ര തന്നെ. ഓക്കെ, ലൊക്കേഷൻ തറേ. ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. ലെഫ്റ്റ് വഴിയുണ്ടോ? ഉണ്ട് വഴിയുണ്ട്. ഇവിടെ നിന്ന് റൈറ്റാണോ ലെഫ്റ്റാണോ? റൈറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ് പോയിട്ട് പിന്നെ ലെഫ്റ്റാണ്. ഓക്കെ, കറക്റ്റ് ലൊക്കേഷൻ. അയ്യോ പട്ടി നിൽക്കണടേ, ഓട്ടിക്കോ എന്തോ. അണ്ണാ ഞാൻ പാട്ടിന് പതുക്കെ പൊയ്ക്കോളാം, എന്നെ ഓട്ടിക്കല്, ഞാൻ പണിക്ക് വന്നാണ്, നിങ്ങളെ കടിക്കാൻ വന്നതല്ല, എന്നെ കടിക്കാൻ വരല്ലേ. ഓക്കെ, പാവം പട്ടികളൊന്നും ചെയ്തില്ല. പടക്ക് അതാര് നാടൻ പട്ടി കുഴപ്പമില്ല, പൊമേറിയാണ് പ്രശ്നം അല്ലേ. ഓക്കെ, വീടെത്തിയാ. ഇത് തന്നെ വീട്. കസ്റ്റമർ ലൊക്കേഷൻ അവിടെയാണ് തോന്നുന്നുണ്ട്. നോക്കട്ടെ, ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കണത്. കസ്റ്റമർ പറഞ്ഞു സി ആണെന്ന് പറഞ്ഞു. ഹൗസ് നമ്പർ സി ഏതാണ്? ഇത് കുറഞ്ഞല്ലേ പറഞ്ഞ ഹൗസ് നമ്പർ? ഇല്ല, ഇവിടെ അല്ല. ഓ ഇവിടെ ആയിരുന്നാ. ഓക്കെ, ഓക്കെ, ഇവിടെ തന്നെ. പട്ടിയൊന്നുമില്ലല്ലോ. 101 സി എന്നാണ് പറഞ്ഞത്. അവിടെ ആയിരിക്കുമോ? എവിടെയാണ്? ഇവിടെയാണോ? ഓക്കെ. കസ്റ്റമർ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. എന്ത് സംഭവം? ഭയങ്കര ദേഷ്യം. അതുകൊണ്ട് നമുക്ക് റേറ്റിംഗ് കുറച്ച് കൊടുക്കാം, കുഴപ്പമില്ല. സംഭവം ഡിലേ ഒന്നും ആയില്ലല്ലോ. നമ്മളെ വീടും നമ്മളെ ഏരിയയാണ് കുഴപ്പമില്ല. ഇത് വേറെ ഏരിയ വേറെ വീടാകുമ്പോൾ കണ്ടുപിടിക്കാൻ താമസിക്കും. ബാഡ് ബിഹേവിയറാണ്. അതുകൊണ്ട് റേറ്റിംഗ് കുറച്ച് കൊടുക്കുകയാണ്, അത്ര തന്നെ. നമ്മളടുത്ത് എങ്ങനെ പെരുമാറുമോ നമ്മൾ ആ റേറ്റിംഗ് കൊടുക്കുള്ളൂ. ശരി, ഓക്കെ, പോന്നാ. ഓക്കെ, ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 31 രൂപ 12 പൈസയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരുപാട് വിഷമമാവും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട ജോലി ചെയ്ത് മനസ്സിലായോ. ആരും നമ്മൾ ചിലവിന് കഴിയുന്നില്ല. നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് കൊണ്ട് തരുന്നു, അത്ര തന്നെ. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന വഴിക്ക് ചില പ്രശ്നം ഉണ്ടാവും. ചില സമയത്ത് മാപ്പ് തിരിച്ച് കാണിക്കും. പിന്നെ നമുക്ക് റൂട്ട് അത്ര പിടി കിട്ടില്ല. നമ്മൾ കുറച്ച് കറങ്ങിപ്പോവും. ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഇല്ലെന്ന് പറയണില്ല, നമ്മൾ മനഃപൂർവ്വം ചെയ്യണമല്ല, മനസ്സിലായത്. നമുക്ക് വരുന്ന വഴിക്കുള്ള ഓരോ സാഹചര്യം കാരണം ലേറ്റ് ആവുന്നത്. പക്ഷേ ഈ ഓർഡർ ലേറ്റ് പോലും ആയില്ല. അതായത് ഇപ്പം കൊടുത്ത ഓർഡറിൽ ഒരു വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞ വഴി വേറെ വഴിയാണ്. ആ വഴി പോകണമെങ്കിൽ കറക്റ്റ് എത്താൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഓർഡർ എടുത്തിട്ട് വരുന്ന വഴി വേറെയാണ്. അപ്പോൾ ആ വഴി വരുമ്പോൾ ആ മാപ്പേ കാണിക്കുള്ളൂ. അപ്പോൾ ആ റൂട്ട് വഴി വരുമ്പോൾ അവർ പറഞ്ഞ കാര്യം മാറുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് ലേറ്റായി. സംഭവം ലേറ്റൊന്നും ആയില്ല. ആ വീട് എവിടെയാണെന്ന് മാറിപ്പോയി, ഇത്ര തന്നെ. ബാക്കിലാണ് ഫ്രണ്ടിലാണെന്ന കാര്യം. എന്നിട്ട് നമ്മൾ ഡിലേ ആക്കാൻ ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു സാമാന്യമായിട്ടുള്ള മര്യാദ അത്ര തന്നെ ചോദിച്ചുള്ളൂ, വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ താങ്ക്സോ ടിപ്പോ ഒന്നും വേണ്ട, ഒരു ചിരി മതി, ജസ്റ്റ് ഒരു പുഞ്ചിരി, അത്ര തന്നെ ചോദിച്ചോളൂ. അതുപോലെ കൊടുക്കാൻ അവിടെ തയ്യാറാവുള്ള. എത്രയോ നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയില്ലേ, അതുപോലെ തള്ളിക്കള അത്ര തന്നെ. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണോ അത് നമ്മൾ അങ്ങനെ കിട്ടും. അത് നല്ലതാണ് നല്ലത്, ചീത്തയാണ് ചീത്തത്. അപ്പോൾ ഇന്നത്തെ കണക്ക് പറയണ്ടേ. ഇന്ന് മൊത്തം 6 ഓർഡർ, മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 212 രൂപ 39 പൈസയാണ്. 100 രൂപ ഇൻസെൻറ്റീവ്, ടോട്ടൽ 312 രൂപ 39 പൈസയാണ്. 2.5 മണിക്കൂർ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കണത് സംഭവം എന്താ പറയുക, ഓർഡർ അടിച്ച ടൈം 2.5 മണിക്കൂറാണ്. അതാണ് അവർ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തം ഓടിയ കിലോമീറ്റർ 39.5 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 40 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിച്ചിട്ടുണ്ട്. നേരെ വീട്ടിൽ പോത്ര തന്നെ. വേറെ ഒന്നും പറയാനില്ല. പറയേണ്ടതെല്ലാം പറഞ്ഞ് കാണിക്കേണ്ടതെല്ലാം കാണിച്ചിട്ടുണ്ട്, കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും എന്ത് അപമാനം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. ഇനി അതും ചേർക്കണം, അപമാനം. അങ്ങനെ എപ്പോഴും പോലെ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ പോവുകയാണ്. കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞത് ചോറ്, പിന്നെ മുട്ട കിണ്ടിയത്, പിന്നെ തീയൽ. ഇത്രയേ ഉള്ളൂ. ഇത് മതി, വേറെ എന്ത് വേണം? ഇതൊക്കെ മതി. അപ്പോൾ തീയൽ കുറച്ചേ ഉള്ളൂ, ഞാനും വാണി മാത്രമേ ബാക്കിയുള്ളൂ. അത്രയും മതി, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നല്ലൊരു വിരവി അത്ര തന്നെ. ഓക്കെ, ഇനി കുറച്ച് മുട്ട എടുത്ത് നടുക്ക് വയ്ക്കാം. വച്ചിട്ടൊന്ന് മൂടി പൊതി എപ്പോഴും പോലെ. ഇതൊക്കെ എല്ലാ വ്ളോഗിലും കാണിക്കുന്ന കാര്യങ്ങൾ തന്നെ, ചുമ്മാ കാണിക്കണ്ടെങ്കിലൊക്കെ. ആഹാ, ഇപ്പോൾ എപ്പോഴും പറയുമ്പോൾ തന്നെ നല്ല വിശന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ ഫുഡിന് ടേസ്റ്റ് നല്ല ഹൈ ആയിരിക്കും. മാത്രമല്ല വേറെ ഒന്നും പറയാനില്ല. ഫുഡ് കൊള്ളില്ല. ഫുഡ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. വിശന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. അത്ര തന്നെ. എല്ലാ വ്ളോഗിലും പറയാൻ പോലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ എന്ത് പറയാൻ, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം.